Welcome guys, welcome to the third session of our chapter Liberalization, Privatization and Globalization and Appraisal. We have discussed about liberalization and privatization. Now we will be discuss about our G, that is globalization. So globalization എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇമേജ് ഒരു കുട ഉണ്ടാവും. ആ കുടയുടെ കീഴിൽ മൊത്തം ഭൂമിയുടെ ഈ ഗ്ലോബ് പോലെയുള്ള ആ ഒരു പിക്ചർ ഇങ്ങനെ ഉള്ള ഒരു പിക്ചർ നമ്മൾ പല സ്ഥലത്തും ഈ ഗ്ലോബലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ലോകം ഒരു കുടക്കീഴിൽ വരുന്നു എന്നുള്ളൊരർത്ഥം വരുന്ന രീതിയിലാണ് ഗ്ലോബലൈസേഷൻ. അത്ര മൊത്തം ഗ്ലോബലൈസേഷൻ ഒരു മൊത്തം വേൾഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒന്നാക്കി, ലോകമെല്ലാം ഒന്നായി, ലോകം മൊത്തം ഒരു വിപണിയായി എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ സിമ്പിളായിട്ട് അങ്ങനെ പറയാം, പക്ഷെ അതിലൂടെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഗ്ലോബലൈസേഷൻ ഉള്ളത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ വെറും വിപണി മാത്രമല്ല, അതോടൊപ്പം തന്നെ സോഷ്യൽ ഇൻ്റഗ്രേഷനും അതുപോലെ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് ഈ ഗ്ലോബലൈസേഷനിലൂടെ. അപ്പോൾ ലോകത്തിൻ്റെ അപ്പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും വേറൊരു നമ്മുടെ ഇന്ത്യയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ ഈ ഗ്ലോബലൈസേഷൻ കാരണം മാറും. 2008 crisis started in America, but the effects of crisis or after effects of crisis was passed on to many nations including India. ആ 2008 ക്രൈസിസ് അമേരിക്കയിൽ ഉണ്ടായെങ്കിൽ പോലും ആ ക്രൈസിസിന്റെ ചെറിയ രീതിയിലായിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്ട്സ് ലോകത്തെല്ലാ സ്ഥലത്തും അതുപോലെ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. സോ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു പുതിയൊരു അമേരിക്കൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് പോലും ഇന്ത്യൻ മാർക്കറ്റിൽ എന്തുണ്ടാവും, മാറ്റങ്ങൾക്ക് വിധേയമാകും. സോ അവരുണ്ടാകുന്ന പോളിസീസ് ഇവിടെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ. സോ ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും ചിലപ്പം ഒരു രാജ്യത്തെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അത് വിപണിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആവണമെന്നില്ല, എന്താണ് മൊത്തത്തിൽ ലോകത്തെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളായിട്ട് മാറുകയാണ്. സോ ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് എന്താണ്, ഒന്ന് ടെക്നോളജിയാണ്. ഒരു ലോകം മൊത്തം ഒരു കുടക്കീയിൽ വന്നത് കൊണ്ട് തന്നെ ടെക്നോളജിയുടെ പാസിങ്, ഇൻഫർമേഷൻ്റെ പാസിങ്ങും, പിന്നെ അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്കെല്ലാം വരുന്നതിനെല്ലാം വളരെയധികം എന്താണ് ഈ ഗ്ലോബലൈസേഷൻ സഹായിച്ചിട്ടുണ്ട്. സോ ഈ ഗ്ലോബലൈസേഷൻ കാരണം നമ്മൾ ഇന്ത്യക്കുണ്ടായ ഒരു മെയിൻ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് ഈ ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജുകളിലൊന്നാണ് ഈ IT സെക്ടർ കമ്പനികൾക്കെല്ലാം അമേരിക്കയിലെ കമ്പനീൻ്റെ എല്ലാം കോൾ സെൻറ്റേഴ്സ് എല്ലാം ഇന്ത്യയിലായിട്ടുണ്ടാവുക. കാരണം എന്താണ്, ഇന്ത്യയിലെ മാർക്കറ്റ് ചീപ്പാണ്, ഇന്ത്യയുടെ ലേബർ ചീപ്പാണ്. സോ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് ഗ്ലോബലൈസേഷൻ കാരണം നമ്മുടെ അമേരിക്കൻ കമ്പനീസിൻ്റെ കോൾ സെൻറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഈ ഒരു ഫിനോമിന കാരണം. അതാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയും. ഔട്ട്സോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ അമേരിക്കയിലാണ് ഈ കമ്പനിയുടെ പ്രൊഡക്ട്സിൻ്റെ കസ്റ്റമർ റിവ്യൂവും കാര്യങ്ങളെല്ലാം നടക്കേണ്ടത്. പക്ഷെങ്കിൽ അതിൻ്റെ കോൾ സെൻറ്റേഴ്സ് അമേരിക്ക ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. സോ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ടെക്നോളജി മാറി, അപ്പോൾ എല്ലാ സംഗതിയും ഇൻ്റർനെറ്റിലൂടെ നമുക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഒരു ഡാറ്റ കൈമാറണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഷീറ്റ്സിൽ നമ്മൾ എൻ്റർ ചെയ്താൽ ആ ഡാറ്റ ലോകത്തിലുള്ള എല്ലാവർക്കും നമ്മൾ ആക്സസ് കൊടുത്താൽ ആ പോയിന്റിൽ തന്നെ അപ്പുറമുള്ള ഒരാൾ, ലോകത്തിൽ എവിടെയുള്ള ആളുകൾക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കോൾ സെൻറ്റർ ഇന്ത്യയിലാവുന്നതിന് ഒരു വിഷയമില്ല. കാരണം എന്താ, വോയിസ് ഓവറും ടെക്നോളജിയും ഡാറ്റയും എല്ലാം അത്രയധികം കോമൺ ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ എന്താണ്, ആ ഒരു വോയിസ് കോളിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ BPO എന്ന് വിളിക്കുന്ന ആ ഒരു കോൾ സെൻറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്താലും അമേരിക്കയിലെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്താലും ഈ വിളിക്കുന്ന കസ്റ്റമറിന് കിട്ടുന്ന സർവീസ് ഒന്ന് തന്നെയാണ്. അവർക്ക് വേണ്ടത് എന്താണ്, ഒരു വോയിസ് ഓവർ സപ്പോർട്ടാണ്. അത് ഇന്ത്യയിൽ നിന്ന് കൊടുക്കാം, ലോകത്ത് എവിടെ നിന്നും കൊടുക്കാം. അവർക്ക് മനസ്സിലാവുന്നൊരു നല്ല ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ആ കമ്പനി പണ്ട് ഗ്ലോബലൈസേഷൻ ഇല്ലാതിരുന്ന ഒരു കാലത്ത് എന്താണ്, അമേരിക്കൻ കമ്പനി അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനീസിന് അമേരിക്കൻ തന്നെ കോൾ സെൻറ്റർ ഉണ്ടാവേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഗ്ലോബലൈസേഷൻ ഇല്ലെങ്കിൽ. ഗ്ലോബലൈസേഷൻ വന്നു, അവർക്ക് അവരുടെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായി. ആ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താക്കാൻ പറ്റി, അവരുടെ കോൾ സെൻറ്റർ എന്ന് പറയുന്ന കോൾ സെൻറ്റേഴ്സ് ജോബ് അമേരിക്കയിൽ ചെയ്യുമ്പോൾ അവർ നല്ല ശമ്പളം കൊടുക്കേണ്ടി വരും. ഇന്ത്യയിലാകുമ്പോൾ ലേബർ കുറെ കൂടി ചീപ്പാണ്. IT സെക്ടർ കമ്പനിയിലെല്ലാം നമുക്കറിയാം എഞ്ചിനീയേഴ്സിനൊന്നും ഒരുപാടൊന്നും പേ ചെയ്യുന്നില്ല കമ്പയർഡ് ടു അമേരിക്ക. സോ അതുകൊണ്ട് ഇന്ത്യയിൽ കുറഞ്ഞ ചെലവിൽ
അവർക്ക് ആ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാൻ പറ്റും അവർക്ക് ഒരു അമേരിക്കൻ കമ്പനിക്ക്. സോ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ഈസ് ബട്ട് ബീങ് ഫെസിലിറ്റേറ്റഡ് ബൈ ഗ്ലോബലൈസേഷൻ. സോ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ പുറത്തുള്ള കമ്പനീസ് എല്ലാം ഇന്ത്യയിലേക്ക് വന്ന് സ്ഥാപിക്കുക മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ ഒരു ഗ്ലോബൽ ഫുട് പ്രിന്റ് ഇന്ത്യൻ കമ്പനീസിന് ലോകത്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ടാറ്റ സ്റ്റീൽസ് എല്ലാം ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അതിന് ലോകത്ത് മൊത്തം ശാഖയുണ്ട്. നമ്മളെ HCL എന്ന് പറയുന്നത് ഒരു ലീഡിങ് IT സെക്ടർ കമ്പനിയാണ്. ഇതിനും എന്തുണ്ട്, ലോകത്ത് മൊത്തം ബ്രാഞ്ച് ഉണ്ട്. അതുപോലെ നമ്മുടെ റെഡ്ഡീസ് എന്ന് പറയുന്ന ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അതിനും ലോകത്ത് മൊത്തം ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ചസ് ഓൾ ഓവർ ദ വേൾഡ്. എല്ലാ രാജ്യത്തും എല്ലാ ബ്രാഞ്ചും ഉണ്ടെന്നല്ല, ഒരുവിധം ഒരു 10, 20, 25 രാജ്യത്തെല്ലാം ഇതിന് ബ്രാഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇൻ എ നട്ട്ഷെൽ വാട്ട് ഐ ആം സെയിങ് ഈസ് ദാറ്റ് ഗ്ലോബലൈസേഷൻ കാരണം അമേരിക്കൻ കമ്പനീസ് ഇന്ത്യയിലേക്ക് വരും മാത്രമല്ല, ഇന്ത്യൻ കമ്പനീസിന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനും എന്താണ് ഈ ഗ്ലോബലൈസേഷൻ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. നെക്സ്റ്റ് വി വിൽ ലുക്ക് ഓൺ ടു some organization which facilitate globalization or which facilitate what trade among the countries. The first IMF ഉണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും നമ്മുടെ ഈ ലോകങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. നെക്സ്റ്റ് വേറൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്, വിച്ച് ഈസ് ഫൗണ്ടഡ് ഇൻ 1995, WTO എന്ന് നമ്മൾ വിളിക്കുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആദ്യം ഇതിൻ്റെ പേര് GATT എന്നാണ്, GATT എന്നായിരുന്നു. പിന്നെ അത് WTO എന്നായി. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ടായി. സോ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കുറച്ച് ഫങ്ഷൻസും ആ ഓർഗനൈസേഷൻ്റെ ഒരു പ്രവർത്തന രീതികളെല്ലാം നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ദിസ് WTO ഈസ് ടു അഡ്മിനിസ്റ്റർ മൾട്ടിലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ്സ്. അതായത് ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിലുള്ള അല്ലെങ്കിൽ 3-4 രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ട്രേഡ് അഗ്രിമെന്റ്സിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു മേൽനോട്ടം വഹിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളിൽ ഒന്ന്. പിന്നെ അടുത്തതായിട്ട് WTO ഈസ് എക്സ്പെക്റ്റഡ് ആണ്. എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ WTO നിന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടു എസ്റ്റാബ്ലിഷ് എ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് റീജിയൻ. അതായത് നമ്മുടെ കച്ചവടങ്ങളും കാര്യങ്ങളിലെല്ലാം ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ അല്ലെങ്കിൽ വ്യാപാരങ്ങളിൽ ഒരു ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള ഒരു രീതിയിലേക്ക് ആ രാജ്യങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് WTO അതിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അതിന് സഹായിക്കും, അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുമെന്ന് ആളുകൾ എന്താക്കുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. That is, WTO is expected to establish a rule-based trading regime. So next എന്താണെന്ന് വെച്ചാൽ facilitate international trade through removal of tariff as well as non-tariff barriers. അതായത് മൊത്തത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് WTOയുടെ ഒരു ജനറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ജനറൽ ഫംഗ്ഷനിൽ തന്നെ താരിഫും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതായത് ഒരു എക്സ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു രാജ്യം എന്താക്കുകയാണ്, താരിഫ് ചുമത്തുകയാണ്. അപ്പോൾ ആ താരിഫും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് ലോകത്തൊരു ഫ്രീ മാർക്കറ്റ് ആകുക, ഒരു തടസ്സങ്ങളും ഇല്ലാതിരിക്കുക. നോൺ താരിഫ് ബാരിയർ എന്ന് പറയുമ്പോൾ ചിലപ്പം ചില സമയത്ത് താരിഫ് മാത്രമായിരിക്കില്ല എന്തെന്ന് ട്രേഡിന് ബാരിയർ എന്ന് പറയുമ്പോൾ തടസ്സമാണ്, ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ തടസ്സം. സോ ട്രേഡിന് ബാരിയറായിട്ട് നിൽക്കുന്നുണ്ടാവും എപ്പോഴും താരിഫ് ആയിരിക്കില്ല, ചിലപ്പം കുറച്ച് നോൺ താരിഫ് ഫാക്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ പൊളിറ്റിക്കലി സോഷ്യലി അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വേറെയും ഉണ്ടാവും. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ട്രേഡിനെ തടസ്സം നിൽക്കുന്ന ആ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് എന്താണ് ഗ്ലോബൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ WTOയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് കാണുന്നത്. സോ ബേസിക്കലി നിങ്ങൾ ഇൻ എ നട്ട്ഷെൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് WTO ഫെസിലിറ്റേറ്റ് ട്രേഡ്. ഇറ്റ് ഒരു വ്യാപാരം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തടസ്സങ്ങളും മാറ്റുക, രാജ്യങ്ങൾ തമ്മിലുള്ള ബൈലാറ്ററൽ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ്സിന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, ഒരു റൂൾ ബേസ്ഡ് ട്രേഡിംഗ് റിജൈം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം ഈ WTOയുടെ ഒരു ഫങ്ഷൻസ് ആയിട്ട് കാണുന്നത്. സോ ഇന്ത്യ WTOയുടെ നല്ലൊരു മെമ്പറാണ്. WTO പറഞ്ഞ പോലെ ആ ഒരു 1991 ശേഷം ഇന്ത്യ ഇമ്പോർട്ട് കോട്ടാസും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യും, WTOയുടെ ചർച്ചകളിൽ പങ്കെടുക്കുകയും WTOയുടെ കാര്യങ്ങളിൽ ഇടപെടുകയെല്ലാം ചെയ്യുന്ന ഒരു നല്ലൊരു നേഷനാണ് ഇന്ത്യ. ബട്ട് ഈ WTOക്ക് തന്നെ ഇടയ്ക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ നമ്മുടെ USA ഇല്ലേ,
നമ്മുടെ USA എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സോ USA ഇപ്പോഴും ചൈനയുടെയും ഇന്ത്യയുടെയും ടെക്സ്റ്റൈൽസിൽ ഇമ്പോർട്ട് കോട്ട ഉണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലായോ? ദേ ഫീൽ ചീറ്റഡ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ഫീൽസ് ചീറ്റഡ്. എന്ത് സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ WTOയുടെ എല്ലാം തലപ്പത്തും ഇത് തുടങ്ങാനും UN എല്ലാം തലപ്പത്ത് നിൽക്കുന്ന ആളാണ് ആര്? US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇപ്പോഴും ഇന്ത്യൻ്റെയും ചൈനേൻ്റെയും ടെക്സ്റ്റൈൽസിന് ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്യാനുള്ള അവസരമില്ല. അവരുടെ ഇമ്പോർട്ട് കോട്ട ഉണ്ട്. അതായത് ഇത്ര ഒരു തുണികൾ മാത്രമേ ഇന്ത്യയും ചൈനയും USA ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് USA ഇപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഈ താരിഫിൻ്റെയും നോൺ താരിഫ് ബാരിയറിൻ്റെയും എല്ലാം വലിയൊരു ഉദാഹരണമാണ് USA ഇപ്പോഴും ഉണ്ടാകുന്ന ഇമ്പോർട്ട് കോട്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു രീതിയിലേക്ക് WTO മാറുന്നു എന്നൊരു ആരോപണമുണ്ട്. അതായത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന മൊബൈലായാലും സ്മാർട്ട് ഫോൺസ് ആയാലും മറ്റ് പ്രൊഡക്ട്സ് ആയാലും ഡെവലപ്പിംഗ് കൺട്രീസ് മാർക്കറ്റ്, അതായത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ മാർക്കറ്റിലേക്ക് വിറ്റഴിക്കാൻ വേണ്ടി WTO സമ്മർദ്ദം ചെലുത്തുന്നു. ബിക്കോസ് WTO ആസ്ക്ഡ് ഇന്ത്യ ടു remove trade barriers, remove tariff, remove quota and all, and these Americans are or other developed countries are selling their products to developing countries, whereas this America and all are still putting up import quotas, whereas WTO is not doing anything to that. WTO ആ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. So sometimes this developing countries, ഇന്ത്യ പോലെയുള്ള developing countries-ന് എന്താണ് ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് they feel like cheated. So WTOയുടെ ഒരു ഡീമെറിറ്റായിട്ട്, അതായത് ദേ ആർ ഡെവലപ്ഡ് കൺട്രീസിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഇത് WTOന് ഇല്ല എന്ന് നമുക്ക് പറയാം. സോ വി ഡിസ്കസ് ദാറ്റ് WTOയുടെ ഫംഗ്ഷൻ പറഞ്ഞു, WTOയുടെ ഒരു ഡീമെറിറ്റും നമ്മൾ പറഞ്ഞു. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ LPGനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഹാവ് എ ലുക്ക് അറ്റ് ഹൗ ദീസ് പോളിസീസ് പെർഫോംഡ്. ഒരു അസസ്മെന്റ് നടത്താൻ പോവാണ്. എന്താണ് ഈ റിഫോംസ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റം, എന്താണ് ഈ റിഫോംസ് ഇന്ത്യയിൽ മാറ്റം ഉണ്ടാക്കിയോ, എന്തെല്ലാം ചേഞ്ചസ് എവിടെയെല്ലാം വന്നു എന്നതിനെ കുറിച്ച് ഒരു അസസ്മെന്റ് നടത്താൻ വേണ്ടി പോവാണ്. സോ ഈ ടേബിൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ്. സോ വി ജസ്റ്റ് ദിസ് ടേബിൾ ടെൽസ് സംതിങ്. ഈ ടേബിൾ നമ്മളോട് എന്തെല്ലോ സംസാരിക്കുന്നുണ്ട്, എന്തെല്ലാണെന്ന് നമുക്ക് നോക്കാം. സോ ഈ 18 to 91 ഈ ടേബിൾ അത്ര യൂണിഫോം ടേബിൾ അല്ല. 10 വർഷമാണ്. തുടക്കത്തിൽ ഇവിടെ 10 വർഷം എടുത്തു, ഇവിടെ 10 വർഷം എടുത്തു, ഇവിടെ പിന്നെ 5 എടുത്തത്, ഇവിടെ 5 എടുത്തു, പിന്നെ ഇവിടെ ഓരോ വർഷമാണ് എടുത്തത്. സോ 10, 10, 5, 5, 1 എന്നുള്ള രീതിയിലാണ് ഈ ടേബിൾ പോകുന്നത്. ടേബിൾ യൂണിഫോം അല്ല, ബട്ട് ദിസ് ടേബിൾ ഓൾസോ ടെൽസ് സം ഡേറ്റ. ഈ 18 to 91 ആ 10 വർഷം, അതായത് നമ്മുടെ റിഫോംസിന് മുന്നേ ഉള്ള ആ 10 വർഷത്തിൽ നമ്മുടെ അഗ്രികൾച്ചർ GDPക്ക് 3.6% കോൺട്രിബ്യൂട്ട് ചെയ്ത് ഗ്രോത്ത് ആണ്. ഇത് 3.6% ഗ്രോത്ത് ഉണ്ടായി. ഇൻഡസ്ട്രിയിൽ 7.1 ഉണ്ടായി, സർവീസിൽ 6.5, ഓവറോൾ GDPയിൽ 5.6% ഗ്രോത്ത് ഉണ്ടായി. ഈ 92-2001 ആയപ്പോൾ നമ്മുടെ ടോട്ടൽ ഗ്രോത്ത് കൂടി, ഈ ഇൻഡസ്ട്രി ഈ സർവീസ് സെക്ടറിലെ ഗ്രോത്ത് കൂടി, ഇൻഡസ്ട്രിയിലെയും അഗ്രികൾച്ചറിലെയും ഏകദേശം ചെറിയൊരു കുറവാണ് വന്നത്. നേരെ മറിച്ച് 2002-2007 ആയപ്പോൾ അഗ്രികൾച്ചർ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. 3.6 3.3 ആയി, 2.3 ആയി. ഇൻഡസ്ട്രിയിലൊരു ഗ്രോത്ത് കണ്ടു, സർവീസ് സെക്ടർ കുറച്ചൊന്ന് താണു, എങ്കിലും 91-നേക്കാളും കൂടിയിട്ടുണ്ട്. ഓവറോൾ GDP 7.8 ആണ്. 2007-12 ആകുമ്പോൾ അഗ്രികൾച്ചർ കഴിഞ്ഞ 5 വർഷത്തെ അപേക്ഷിച്ചൊന്ന് മെച്ചപ്പെട്ടു, പക്ഷെ 91-നെ അപേക്ഷിച്ചിട്ട് കുറഞ്ഞിട്ട് തന്നെയാണുള്ളത്. ഇൻഡസ്ട്രി ലേശം ഒന്ന് കുറഞ്ഞു, ബട്ട് സർവീസ് സെക്ടറിൽ ഒരു കിണ്ണം ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. 10 സർവീസ് സെക്ടറിൽ 10% ഗ്രോത്ത് ഉണ്ട്. അത് ഓവറോൾ GDP ഗ്രോത്തിനേക്കാളും കൂടുതൽ ഗ്രോത്ത് എന്തുണ്ട് ഈ 2007-12 പീരീഡിൽ സർവീസ് സെക്ടറിലുണ്ട്. പിന്നെ ഈ പിന്നെ നമ്മൾ ഓരോ വർഷം എടുക്കുകയാണ്. ഈ 2012-3 സർവീസ് സെക്ടർ നമുക്ക് നന്നായി പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇൻഡസ്ട്രി ഒന്ന് കുറഞ്ഞു. ഇവിടെ ഇപ്പോഴും ഓവറോൾ GDP ഗ്രോത്തിനേക്കാളും കൂടുതലാണ് ഈ സർവീസ് സെക്ടറിൽ ഉണ്ടായ ഗ്രോത്ത്. ഈ 6.6 ആയി 2000. ഇവിടെ ഈ കൊല്ലം 2013-14 അഗ്രികൾച്ചർ നല്ലൊരു ഗ്രോത്ത് കാണിച്ചു. പക്ഷേ അടുത്ത വർഷം നോക്കി അഗ്രികൾച്ചർ നെഗറ്റീവ് ഗ്രോത്ത് ആയി കാണിച്ചത് 2014-15. നമുക്കിപ്പോൾ അവൈലബിൾ ആയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു ടൈമിൽ
ഉണ്ടാക്കിയൊരു ടേബിളാണിത്. ഈ ടേബിൾ ഇനിയും എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ഇനിയും വരുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ടേബിൾ 2014-15 വരെയാണ് സംസാരിക്കുന്നത്. ഈ 2014-15 അഗ്രികൾച്ചറിൽ ഒരു നെഗറ്റീവ് ഗ്രോത്ത് കണ്ടു. ഈ അഗ്രികൾച്ചർ ഈ വർഷം 2013-14 ഈ മൊത്തം ഇയറിനേക്കാളും കൂടുതലായിട്ട് നല്ലൊരു ഗ്രോത്ത് കാഴ്ചവെച്ചു. GDP കണ്ടില്ല, ഈ 2007-12 ഈ പീരീഡിൽ 8.2 വരെ നന്നായി ഗ്രോ ചെയ്തിരുന്നു. പിന്നെ ഇവിടെയും ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ടായിരുന്നു. ഈ 2002 തൊട്ട് 2012 വരെ നല്ലൊരു 7.8 8.2ലേക്ക് ഓവറോൾ GDP ഗ്രോത്ത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ 7.2-ലെത്തി 2014-15. പിന്നെ ഇനി അങ്ങോട്ട് we know that GDP has been declining after 2015 till 2020. ആ ടേബിളിൽ ഇപ്പം പറയുന്നില്ല, ടേബിളിൽ ആ ഡാറ്റ ഇല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഈ മൊത്തം ടേബിളിൻ്റെ മൊത്തം ഡാറ്റ പഠിച്ചെടുക്കുക എന്നുള്ളതല്ല, നേരെ കുറച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്ന്, ഈ സർവീസ് സെക്ടറിൽ എന്തായിട്ടുണ്ട്, നല്ല ഗ്രോത്ത് കാണുന്നുണ്ട്. സോ നമ്മൾ 1991 സർവീസ് സെക്ടർ 6.7% മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അത് നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2012 അപ്പോൾ 10 വരെ എത്തി, 15 ആകുമ്പോൾ പിന്നെ 10 എത്തി. വി ആർ സീയിങ് എൻ ഇൻക്രീസ് ഇൻ ഗ്രോത്ത് ഇൻ വട്ട് സർവീസ് സെക്ടർ. Whereas industrial agriculture sector is fluctuating. Overall it has shown a decreasing path. Only ഈ 4.2 ഈ വർഷം മാത്രമേ ഒരു മെച്ചം കാണിച്ചുള്ളൂ, ബാക്കി ഇവിടെ നെഗറ്റീവ് വരെ ആയി. ഇൻഡസ്ട്രിയൽ സെക്ടർ ഏകദേശം ഇവിടെ 2002-07 ഒന്ന് പൊന്തി, ബാക്കി സമയങ്ങളിലും ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഓവറോൾ ഗ്രോത്ത് കുറവായിരുന്നു. ഇന്ത്യയുടെ മൊത്തം GDP ഈ ഒരു പീരീഡിൽ 5.6 ഉണ്ട്, 6.4 ആയി. 6.4 എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ജമ്പ് ഉണ്ടായി. അതായത് ഈ നമ്മുടെ പോളിസി റിഫോംസ് മൊത്തത്തിൻ്റെയും ഒരു ആഫ്റ്റർ എഫക്ട്സ് ഈ 2000 മുതൽ 2010 വരെയുള്ള ആ ഒരു ഫസ്റ്റ് ഡീക്കേഡ് ഓഫ് 21st സെഞ്ച്വറിയിൽ നമുക്ക് എന്തുണ്ടാക്കി വിറ്റ്നസ് ചെയ്യാൻ പറ്റി. പിന്നെ ഗ്രോത്ത് ചെറുങ്ങനെ കുറഞ്ഞു. സോ ഇതാണ് ഒരു ഓവറോൾ അസസ്മെൻറ്റ് നമ്മളെ ഈ പീരീഡിൻ്റെ ടൈമിൽ. അപ്പം നമ്മൾ പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് വിദേശത്ത് നിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, FI കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് 100 മില്യൺ 1991 ഉള്ളൂ. പിന്നെ അത് 2016-17 ആകുമ്പോഴത്തേക്ക് 36 ബില്യൺ ആയി. മില്യണും ബില്യണും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അത് നോട്ട് ചെയ്യണം. സോ മില്യൺ എന്ന് പറഞ്ഞാൽ 10 lakh ആണ്. സോ ഈ 1991 to 91 100 മില്യണ് ഇന്ത്യക്ക് വിദേശ നിക്ഷേപം ഡോളറിലാണ്, എല്ലാം ഡോളർ ടേംസിലാണ്. 2016-17 36 ബില്യൺ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ജനറലി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ദ റിഫോംസ് ഹാവ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. സോ ദ റിഫോംസ് ഓൾസോ ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. 6 ബില്യൺ 1991 ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. 321 ബില്യൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഈ 2014-15 ആകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇൻ എ നട്ട്ഷെൽ, our foreign investment has increased, our foreign exchange reforms have increased, and our service sector has also performed well after the reforms has happened, whereas industrial sector kind of in a middle stage, ഒരു നടുവിലാണ് നിൽക്കുന്നത്. Agriculture has shown stagnation, but after some time it has shown an increase in growth also, but overall the agriculture sector was not performing well. So ഇതാണ് ഒരു overall assessment. Then we will be looking on to how specifically this assessment affected agriculture industry and service etc. So India was a good exporter of this auto parts, IT sector etc. നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെയും പിന്നെ അതുപോലെ സോഫ്റ്റ്വെയർ സർവീസ് എഞ്ചിനീയറിംഗ് IT സർവീസസും പിന്നെ അതുപോലെ ഓട്ടോ പാർട്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നല്ല മെച്ചം കാണിച്ചിട്ടുണ്ട്. ബട്ട് ഈ റിഫോംസ് എല്ലാം ഉണ്ടായിട്ട് പോലും ഇത് എംപ്ലോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ജനറേറ്റ് ചെയ്യുന്നതിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. സോ വെൻ വി ലുക്ക് അറ്റ് ടു ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ്, നമ്മളിപ്പോൾ ഇതിനെ നമ്മുടെ റിഫോംസിനെ അസസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ശ്രമിച്ചത്. ഇപ്പോൾ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പറയുമ്പോൾ GDP ഗ്രോത്ത് കൂടിയിട്ടുണ്ട്, ശരിയാണ്. ഓവറോൾ GDP നമ്മൾ ടേബിൾ നോക്കിയപ്പോൾ GDP ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ബട്ട് എംപ്ലോയ്മെൻറ്റിൽ അങ്ങനെ വലിയൊരു ഇൻക്രീസ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ എംപ്ലോയ്മെൻറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്തതെന്ന് പറയുന്നത് ഹാസ് നോട്ട് ഷോൺ ദാറ്റ് മച്ച് ഇൻക്രീസ്. ഒരുപാടൊന്നും ഒരു ഇൻക്രീസ് ഒന്നും ഈ റിഫോംസ് കാരണം എംപ്ലോയ്മെൻറ്റ് ജനറേഷനിൽ ഉണ്ടാക്കാൻ ഈ റിഫോംസിന്
സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ഈ അഗ്രികൾച്ചർ റിഫോംസിന് നോക്കുകയാണെങ്കിൽ അത് അഗ്രികൾച്ചറിൽ എന്താണ് ഈ നമ്മുടെ റിഫോംസ് കൊണ്ടുവന്നത് എന്ന് നോക്കുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ ആ ടേബിൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാടൊന്നും ഒരു ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടില്ല. ചില ടൈമിൽ 2014-15 ആകുമ്പോഴത്തേക്ക് അത് നെഗറ്റീവായിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് ഈ റിഫോംസിൻ്റെ വലിയൊരു എഫക്റ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. കാരണം ഏകദേശം 2014-15 എന്ന് പറയുമ്പോൾ 25 ഇയേഴ്സോളം പാസ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ബട്ട് എങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് 10-20 ഇയേഴ്സിലൊന്നും അഗ്രികൾച്ചറിൽ ഒരുപാട് മെച്ചപ്പെട്ട ഒരു ഗ്രോത്ത് ഒന്നും ഈ റിഫോംസ് ഉണ്ടാക്കിയിട്ടില്ല. കൂടാതെ അഗ്രികൾച്ചർ നല്ലൊരു അടിയാണ് കിട്ടിയത്. കാരണം ഈ 2001 ആകുമ്പോഴത്തേക്ക് ഫുൾ കൺസ്യൂമർ ഗുഡ്സും അഗ്രികൾച്ചർ ഗുഡ്സിലെയും റെസ്ട്രിക്ഷൻസ് ഇന്ത്യ എടുത്തു കളഞ്ഞിട്ടുണ്ട്. റെസ്ട്രിക്ഷൻസ് വാസ് ടേക്കൺ. അതായത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്നതിന് നമ്മുടെ വീറ്റ് ആയിക്കോട്ടെ അത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും 2001 ആകുമ്പോഴത്തേക്ക് ഈ കൺസ്യൂമർ ഗുഡ്സും അഗ്രികൾച്ചർ പ്രൊഡക്ട്സും ഇമ്പോർട്ട് ചെയ്യുന്നിടത്തേക്ക് കംപ്ലീറ്റ് ഇന്ത്യ എടുത്തു കളഞ്ഞിട്ടുണ്ട്. സോ ഗ്ലോബൽ കോമ്പറ്റീഷൻ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ ഒരു പോളിസി റിജൈം തന്നെ എന്തായി ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ആയി മാറി എന്നുള്ളതാണ്. ഈ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയി മാറി. അത് നമ്മൾ എന്തെങ്കിലും കൾട്ടിവേറ്റ് ചെയ്താൽ അത് ഇന്ത്യക്കാർക്ക് ഉണ്ടാകുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കയറ്റി അയക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മളെ പോളിസീസ്, അല്ലെങ്കിൽ ആ ഒരു കയറ്റുമതി എക്സ്പോർട്ട് കൂട്ടണം എന്നുള്ള ഒരു പോളിസിയാണ് ഇന്ത്യൻ്റെ ഈ ഒരു പോളിസി റിജൈമിൽ ഉണ്ടായിരുന്നത്. സോ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്യാഷ് ക്രോപ്സിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതായത് ക്യാഷ് ക്രോപ്സ് എന്നാകുമ്പോൾ നമ്മളെ ഇൻഡിഗോ എല്ലാം പോലത്തെ ഈ ക്യാഷ് ക്രോപ്സിലേക്ക് മാറുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. സോ അതുകൊണ്ട് തന്നെ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ എസെൻഷ്യൽ കൺസ്യൂം ചെയ്യുന്ന ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് പകരം അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇതിന് പകരം ഒരു ക്യാഷ് ക്രോപ്സിലേക്ക് മാറാനുള്ള ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ക്രോപ്സിലേക്ക് മാറാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു പോളിസീസ് ആയിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഈ പോളിസി ഈ LPG റിഫോംസ് അഗ്രികൾച്ചറിൽ എന്താക്കിയത് ചെലുത്തിയ സ്വാധീനങ്ങൾ. Next, we are going to assess the reforms in industry. Then we will talk about disinvestment and how the reforms and fiscal policies. We have discussed about how these reforms and employment, growth and employment, and then we discussed about how these reforms made effects in agriculture. Then now we are going to discuss how these reforms and made changes in industrial sector. So when we look at that table, നമ്മൾ ആ ടേബിൾ നോക്കിയാൽ നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ 1990 വരെ നല്ല ഗ്രോത്ത് കാണിച്ചിരുന്നു. ദെൻ അതിനുശേഷം ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരു ഡിക്ലൈൻ ആണ് നമ്മൾ കണ്ടത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. സോ ഇൻഡസ്ട്രി ഹാസ് ഷോൺ എ സ്ലോ ഡൗൺ ആഫ്റ്റർ ദ LPG റിഫോംസ്. ഇൻഡസ്ട്രി എന്തുണ്ടാകാൻ കാണിച്ചിട്ടുണ്ട്? അഗ്രികൾച്ചർ ഒരു സ്ലോ ഡൗൺ ആണ് കാണിച്ചത്, ഇൻഡസ്ട്രിയും ഒരു സ്ലോ ഡൗൺ ആണ് കാണിച്ചത്. സോ ഇതിൻ്റെ സ്ലോ ഡൗണിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചീപ്പർ ഗുഡ്സ് അവൈലബിൾ ആണ്. ചീപ്പർ ഗുഡ്സ് ത്രൂ ഇമ്പോർട്ട് വഴി ചീപ്പർ ഗുഡ്സ് ഈസിലി അവൈലബിൾ ആയതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ടായത്. കാരണം നമ്മളൊരു ഇന്ത്യയിലൊരു സ്മാർട്ട് ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, അതിന് ഒരു 15,000 rupees ഉണ്ടെന്ന് വിചാരിക്കുക. ബട്ട് ദ സെയിം സ്മാർട്ട് ഫോൺ മേ ബി വിത്ത് ദ സെയിം ക്വാളിറ്റി ചൈനക്കാർക്ക് അത് എന്താക്കാൻ പറ്റും, ഒരു 12,000-നോ 11,000-നോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളെ ടാക്സ് എല്ലാം അടിച്ചിട്ടൊരു 12,000-ന് ചൈനക്ക് അത് മാർക്കറ്റിൽ ഇന്ത്യക്കാരുടെ കയ്യിലെത്തിക്കാൻ പറ്റും. വേറാസ് ആ ഗുഡ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 15,000 rupees ആവും. സ്വാഭാവികമായിട്ടും ഒരു റാഷണൽ കൺസ്യൂമർ എന്താ ഈ 12,000 rupees-ന്റെ ചൈനീസ് പ്രോഡക്റ്റേ വാങ്ങും. സോ അതെന്തുകൊണ്ടാണ് അത് ഈ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, അതായത് ഡൊമസ്റ്റിക് മൊബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീനെ അഫക്റ്റ് ചെയ്യാണ്. സോ ദാറ്റ്സ് എ സിമ്പിൾ ലോജിക്. എന്താണ്, ഈ ചീപ്പർ ഗുഡ്സ് ഇമ്പോർട്ട്സ് കാരണം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ സാധനം വാങ്ങുന്നത് ആളുകൾ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു സ്ലോ ഡൗൺ കാണിക്കുകയാണ്. സോ ആ സ്ലോ ഡൗണിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലും എന്തുണ്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി നന്നായി പെർഫോം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, പവർ സപ്ലൈ ആയിക്കോട്ടെ, അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറിലും എന്തുണ്ട് ഇൻഡസ്ട്രി സെക്ടറിൽ പ്രോപ്പറായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി സെക്ടറിന് കിട്ടുന്നില്ല. നെക്സ്റ്റ് തിങ് ഈസ് വാട്ട്, ഈ സെയിം ചൈന എക്സാമ്പിളിലെ
domestic industries is vulnerable to imported goods. That's the same thing I said. But the Indian, suppose say that if we are producing the mobile, our mobile phones cannot withstand the quality and the price which the Chinese are giving. ചൈനക്കാർ തരുന്ന ആ മൊബൈലിൻ്റെ ക്വാളിറ്റിയോടും പ്രൈസിനോടും ഇന്ത്യൻ്റെ മൊബൈലിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ അത് ഈ ഗ്ലോബലൈസേഷൻ കാരണം, ഈ LPG കാരണമാണ് അത് നമുക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും പുട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് പോയതാണ്. നമുക്ക് എന്താണ് അവരുടെ ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ കോമ്പറ്റീഷനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്താണ്, ആ കോമ്പറ്റീഷനോട് വൾണറബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷൻ അഫക്ട്സ് ലോക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. സെയിം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഒന്നും കൂടി ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ചിന്തിക്കുക. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ മൊബൈൽ പ്രൊഡ്യൂസേഴ്സിന് ചൈനീസ് പ്രൊഡ്യൂസേഴ്സുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് അടുത്തെന്ന് സംഭവിക്കുക, ഇന്ത്യൻ മൊബൈൽ പ്രൊഡ്യൂസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടും. That's the same thing. Indian globalization is affecting local industry. Globalization കാരണമാണ് ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യയിലേക്ക് എത്തുന്നത്. സോ അത് എന്താണ് ലോക്കൽ ഇൻഡസ്ട്രീസിനെയും അവരുടെ എംപ്ലോയ്മെൻറ്റിനെയും ബാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കും ലോകത്തിൻ്റെ എല്ലാ ഇൻഡസ്ട്രിയിലേക്കും എന്തുണ്ട്, ആക്സസ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇന്ത്യക്ക് US-ൻ്റെ ടെക്സ്റ്റൈൽ കോട്ടയുണ്ട്, US-ൽ ചൈനയുടെയും ഇന്ത്യൻ്റെയും ടെക്സ്റ്റൈൽസിന് US-ൽ കോട്ടയുണ്ട്. സോ ഇന്ത്യക്കാർക്ക് USA-ലേക്ക് ഇഷ്ടം പോലെ കയറ്റി അയക്കാൻ പറ്റില്ല. സോ ഇന്ത്യക്ക് എന്തിനാണ് ഡെവലപ്ഡ് കൺട്രീസിലേക്കുള്ള ആക്സസ് ഇന്ത്യക്ക് കിട്ടുന്നില്ല. നേരെ മറിച്ച് ഡെവലപ്ഡ് കൺട്രീസിന് ഫുള്ള് ഇന്ത്യയിലേക്ക് ആക്സസ് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ദിസ് തിങ് വി ഡിസ്കസ്ഡ് വെൻ ഡിസ്കസിങ് അബൌട്ട് WTO ആൻഡ് ഇറ്റ്സ് ഡബിൾ സ്റ്റാൻഡേർഡ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻഡസ്ട്രി മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാണ്. കോമ്പറ്റീഷൻ കാരണം ജോലി പോകുന്നുണ്ട്, കോമ്പറ്റീഷൻ കാരണം ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ കോമ്പറ്റീഷൻ്റെ ആനുകൂല്യങ്ങൾ, അതായത് ലോകത്തിൻ്റെ മറ്റ് എല്ലാ ഇൻഡസ്ട്രിയിലേക്കും ഇന്ത്യക്കാർക്ക് കയറ്റി അയക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുപോലെ തന്നെ ചില സ്ഥലത്ത് ആക്സസും റൂൾസ് അതിനെ അനുവദിക്കുന്നില്ല. അമേരിക്കയിൽ എന്താക്കുന്നില്ല, ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കോട്ടന്. സോ നെക്സ്റ്റ് വി വിൽ ബി ഡിസ്കസിങ് എ പോയിന്റ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. സോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ നടത്തുന്ന ഒരു രീതിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതായത് പ്രൈവറ്റൈസേഷൻ, അതായത് ഇന്ത്യയുടെ പബ്ലിക് സെക്ടർ പ്രൈവറ്റിന് വിറ്റിട്ട് നമ്മൾ പൈസ വാങ്ങുന്നു, അതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1991 അതിനു മുമ്പ് എല്ലാ വർഷവും ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് നമ്മൾ വെക്കും. അതായത് ഈ വർഷം ഇത്ര പബ്ലിക് സെക്ടർ കമ്പനി പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കുമെന്ന് നമ്മളൊരു ടാർഗറ്റ് വെക്കും. 1991 നമ്മൾ വെച്ച ടാർഗറ്റ് 2500 ആയിരുന്നു. 2500 കോടി കേട്ടോ, വെറും 2500 കോടിയായിരുന്നു. നമ്മൾ ഏകദേശം 3040 കോടിയോളം നമുക്ക് കിട്ടി. ഈ 2017-18 ടാർഗറ്റ് നമ്മളെ 1 lakh crore ആയിരുന്നു. ഏകദേശം 1 lakh crore കഴിഞ്ഞൊരു 57 crore നമുക്ക് എക്സ്ട്രാ നമ്മുടെ ടാർഗറ്റിനേക്കാളും കൂടുതൽ കിട്ടി. സോ നമ്മൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് എല്ലാം പോകും അച്ചീവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത്. കാരണം അതിൻ്റെ ഒരു ഡീമറിറ്റായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മളെ പബ്ലിക് സെക്ടർ എപ്പോഴും അണ്ടർ വാല്യൂ ചെയ്തിട്ടാണ് വിൽക്കുന്നത്. അതായത് നമ്മളെപ്പോഴും നമ്മളെ പബ്ലിക് സെക്ടറിനെ വില കുറച്ചിട്ടാണ് പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നത് എന്നൊരു ക്രിറ്റിസിസം ഉണ്ട്. അതുകൊണ്ടാണ് ഈ പൈസ കിട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ PSCs അണ്ടർ വാല്യൂ ചെയ്തിട്ടാണ് വിൽക്കുന്നത് എന്നൊരു ക്രിറ്റിസിസം ഉണ്ട്. നെക്സ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഈ 3000 കോടി കിട്ടി, ഈ 1 ലക്ഷം കോടി കിട്ടി, നമ്മുടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് വിറ്റിട്ടാണല്ലോ ഇത്രയും പൈസ കിട്ടിയത്. സോ ദിസ് ഈസ് യൂസ്ഡ് ടു ഓഫ്സെറ്റ് ദ ഷോർട്ടേജ് ഓഫ് റവന്യൂ. നമ്മുടെ കടങ്ങൾ വീട്ടാനും നമ്മുടെ ഒരു പൈസയുടെ കുറവ് നികത്താനും വേണ്ടിയിട്ടാണ് ഈ വിൽക്കുന്ന പൈസ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിനോ അല്ലെങ്കിൽ ഈ PSCയുടെ തന്നെ ഈ പബ്ലിക് സെക്ടറിൻ്റെ തന്നെ ഒരു ഡെവലപ്മെൻറ്റിനോ വേണ്ടിയിട്ട് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ വി ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ദ മണി വിച്ച് വി ഗെറ്റ് ബൈ സെല്ലിംഗ് PSCs ടു ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഈ പബ്ലിക് സെക്ടർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് കിട്ടിയ പൈസ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ഷോർട്ടേജ്, നമ്മുടെ കടങ്ങൾ വീട്ടാനും നമ്മളെ റവന്യൂ ഷോർട്ടേജ് നികത്താനും വേണ്ടിയിട്ടാണ് ഈ പൈസ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. സോ നെക്സ്റ്റ് തിങ് വി ആർ ഗോണ ലുക്ക് ഈസ് വാട്ട് റിഫോംസ് ആൻഡ് ഫിസിക്കൽ പോളിസീസ്. ഫിസിക്കൽ പോളിസീസ് നമ്മൾ പറഞ്ഞു ടാക്സേഷൻ്റെ ഒരു ടാക്സേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസീൻ്റെ കീഴിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടാക്സ് റിഡക്ഷൻ, ഇന്ത്യയുടെ ഒരു ടാക്സ് റിഫോംസിൻ്റെ ലിബറലൈസേഷൻ്റെ ഒരു ഹെഡിൽ നമ്മൾ പറഞ്ഞു ടാക്സ് റിഫോംസ്. ഇന്ത്യ വാസ് എക്സ്പീരിയൻസിങ് ബട്ട് ഇന്ത്യയിൽ ഒരു ടാക്സ് റിഫോംസ് ഉണ്ടായി. ആ ടാക്സ് റിഫോംസിൽ
നമ്മൾ എന്താക്കി ഇൻകം ടാക്സ് എല്ലാം കുറച്ചു, കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു, GST എല്ലാം ഏകീകരിച്ച് ഒന്നാക്കി, ചില GST എല്ലാം കുറച്ചു. അങ്ങനെ ഈ ടാക്സ് റിഡക്ഷൻ ഒന്നും തന്നെയും ഒരു ടാക്സ് റവന്യൂവിൽ എന്താക്കുന്നില്ല, റിസൾട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. Although there is a reduction in tax, it is not resulting in increase in tax revenue. അപ്പോൾ ഈ ടാക്സ് റവന്യൂവിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നില്ല, എന്താണെന്ന് അറിയില്ല. ടാക്സ് ഇവേഷൻ നടക്കുന്നതാണ്, ആളുകൾ കൂടുതൽ ടാക്സ് എന്തുകൊണ്ടോ ടാക്സ് കുറച്ചിട്ടും അടയ്ക്കുന്നില്ല. Then what we have reduced our tariff, right? We have reduced our tariff reduction. So ഈ താരിഫിലൂടെ നമുക്കൊരു റവന്യൂ കിട്ടുക. അതായത് ചില ആളുകൾ നമ്മൾ പറഞ്ഞ വീറ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ വീറ്റിന് നമ്മൾ 2 രൂപ പെർ kg ചാർജ് ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ഫോർ എക്സാമ്പിൾ ആ 2 രൂപ നമുക്ക് കിട്ടുമായിരുന്നു, ഓരോ വീറ്റിനും ഇന്ത്യൻ ഗവൺമെന്റിന്റെ താരിഫിന്റെ വകയിൽ ആ 2 രൂപ റവന്യൂ കിട്ടുമായിരുന്നു. ബട്ട് ഇപ്പം നമ്മൾ എന്താക്കി, ഇമ്പോർട്ടിന് താരിഫൊന്നും ചാർജ് ചെയ്യുന്നില്ല. സോ ആ താരിഫിലൂടെ, ആ താരിഫ് റിഡക്ഷൻ കാരണം അതും നമ്മുടെ ടാക്സ് കളക്ഷന് ഒരു ഡിക്രീസ് ആണ് ഉണ്ടാക്കിയത്. സോ നെക്സ്റ്റ് എന്താണ്, ഈ ടു അട്രാക്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വി ഗിവ് ദം ഇൻസെൻറ്റീവ്സ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് എന്താക്കും, ടാക്സ് റിഡക്ഷൻ കൊടുക്കും നമ്മൾ. അപ്പം അതിലൂടെയും നമുക്ക് നമ്മുടെ ടാക്സ് റവന്യൂ കുറഞ്ഞാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ചില ഒരു പ്രൈവറ്റ് കമ്പനി ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ, നിങ്ങൾ ടാക്സ് എന്താക്കണ്ട, അവർ ടാക്സ് അടയ്ക്കണം, അവർ ആ ടാക്സിൻ്റെ എമൗണ്ട് എല്ലാം അവർക്ക് കുറച്ച് കൊടുക്കും. ആ കുറയ്ക്കുന്നതിലൂടെയും ഇന്ത്യയുടെ ടാക്സ് കളക്ഷൻ റവന്യൂ എന്താണ്, കുറഞ്ഞു വരണം. അപ്പം ഞാൻ 3 കേസ് പറഞ്ഞു ടാക്സ് റവന്യൂ കുറയുന്ന. ഒന്ന്, ടാക്സിൻ്റെ റേറ്റ് കുറച്ചിട്ടും ടാക്സ് കളക്ഷൻ കൂടിയില്ല. പിന്നെ താരിഫ് കുറച്ച വകയിൽ നമുക്ക് എന്താക്കി, ടാക്സ് കളക്ഷൻ കുറച്ച് നഷ്ടപ്പെട്ടു. പിന്നെ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് വകയിൽ നമുക്ക് എന്തുണ്ട്, ടാക്സ് കളക്ഷനിൽ റിഡക്ഷൻ ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ അസസ്മെൻറ്റിൽ, അതായത് ഈ റിഫോംസിൻ്റെ അസസ്മെൻറ്റിൽ നമ്മൾ നോക്കിയത്. നമ്മൾ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ഗ്രോത്ത് GDP കൂടുന്നുണ്ടെങ്കിലും എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകുന്നില്ല. അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാകുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ വി ഡിസ്കസ് അബൌട്ട് ഇൻഡസ്ട്രി, നമ്മൾ അസസ് ചെയ്യാൻ പാടി ഈ പീരീഡിൽ. Then we discuss about disinvestment, and then we discuss about how this LPG reforms and fiscal policies and all we discussed. So this globalization, privatization and liberalization, അല്ലെങ്കിൽ കുറേ നമ്മുടെ ഇതിൽ പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. സോ ഈ സംഗതികളിൽ എല്ലാം തന്നെ ചില രാജ്യങ്ങളിൽ this is not only this has happened to India only, this liberalization, privatization and globalization, this is a phenomena which is happening all over the world. So both these LPG reforms has having positive effects and negative effects. Positive sides ഉണ്ട്, negative sides ഉണ്ട്. So people say that as a positive side, the market is open for everyone. So now as a positive side means what, the goods we are producing in India is not only for India now, it's for all the world. ലോകത്തിന് വേണ്ടി മൊത്തമാണ് നമ്മൾ എന്താക്കുന്നത്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ വിപണി നമ്മളെ മുമ്പിൽ തുറന്നു വന്നു എന്നല്ല, ഒരു വലിയൊരു പോസിറ്റീവ് സൈഡ്സ് ഇതിനുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരു ക്രിറ്റിസിസം പോലെ ദിസ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഓൾ ഇസ് വാട്ട്, ഡെവലപ്ഡ് കൺട്രീസിനെ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് അവരുടെ പ്രൊഡക്ട്സ് വിൽക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഇത് എന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. as I said about അമേരിക്കയിലേക്ക് നമുക്ക് തിരിച്ച് അയക്കാൻ പറ്റുന്നില്ല, ബട്ട് അമേരിക്കക്ക് ഇന്ത്യയിലേക്ക് എന്തും എന്താ പറ്റും, വിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ പീപ്പിൾ സേ ദാറ്റ് ദിസ് ഇസ് വാട്ട് ഡെവലപ്ഡ് കൺട്രീസ് സ്ട്രാറ്റജി ടു സെൽ ദെയർ പ്രൊഡക്റ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. നമ്മൾ ഇന്ത്യയുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ we see that service sector is performing well. Certain industries like service sector, IT sector and trade, real estate etc. is performing well. Tourism and all is performing well in what this liberalization, privatization and globalization era. Whereas our other sectors like agriculture and industries was not performing well. നമ്മൾ ടേബിൾ വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയും നല്ല രീതിയിലല്ല പെർഫോം ചെയ്യുന്നത്. ബിക്കോസ് ദിസ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ്. ഇവർ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഈ സെക്ടേഴ്സ് ഒന്നും നല്ല രീതിയിലല്ല LPG റിഫോംസിന് ശേഷം ഇന്ത്യയിൽ പെർഫോം ചെയ്യുന്നത്. വേറെ സം അതർ സർവീസ് സെക്ടർ ഹാസ് പെർഫോം വെൽ. സോ in this chapter we started with putting forward a scenario that India was facing a crisis. We discussed the background of this crisis. We said that the 1980s policies were also the reason behind this crisis. Then we discussed about how India solved this crisis, how India went to World Bank and World Bank asked for changing India's policies, then how India changed its policies, and there was two type of changes. One was structural and stabilization changes. In stabilization changes, India solved the BOP crisis and inflation problem, and this structural
process or structural changes was in 3 heads: liberalization, privatization and globalization. In liberalization, we discussed about many reforms in financial sector, tax sector, physical sector, trade and policy and all. We discussed many reforms under liberalization. Then we move on to privatization, how government privatized. We discuss about methods of privatization, Miniratna, Navaratna, Maharatna and all, how this different public sector was divided and all. Then we move on to globalization and we discussed the merits and demerits of globalization. Then we discussed about WTO, the roles of WTO, the double standards of WTO and all. Then we move on to an assessment of this, how these reforms has affected India, and we had made an assessment about these reforms, how this affected growth, how this affected agriculture, how this affected industry and how this affected our tax collection and all. So these all things we have discussed in this chapter. This is an important chapter. Study well, score good marks. Thank you.